ഹായ് എവ്രിവൺ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ ഭയങ്കരമായിട്ട് പൂതിയാന്നു. അപ്പോൾ ഇതാ പറഞ്ഞ പോലെ പെട്ടെന്ന് 11 ആയപ്പം ആതിരപ്പള്ളി പോകാമെന്ന് വിചാരിച്ചു. കൊച്ചിയിൽ നിന്നും നിയർ ബൈ ആയതുകൊണ്ട് വേറെ ഒന്നും നോക്കിയില്ല. പോകുന്ന ലൊക്കേഷൻ ട്രസ്റ്റ് മീ ഗൈസ് അടിപൊളിയായിരുന്നു. ആ ഒരു നേച്ചർ ബ്യൂട്ടി നമുക്ക് എവിടെ പോകുമ്പോഴും നമ്മൾ ക്യാമറ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കാനേ തോന്നും. നിങ്ങൾ എന്നെ നോക്കൂ, ഈ ബ്യൂട്ടി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ജസ്റ്റ് ലൈക്ക് ഭയങ്കര ഗ്രീനറി. നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ കാണുമ്പോൾ മനസ്സിലാവില്ലേ എത്ര അടിപൊളിയാണെന്നറിയോ. ഇത് ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടൊരു വാട്ടർഫോൾ ആയിരുന്നു. അതിൻ്റെ അവിടെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു പാലമുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞങ്ങൾ ആ പാലത്തിലൊക്കെ കയറി ജസ്റ്റ് അവിടെ നിന്നുള്ളൊരു വ്യൂ ആണിത്. ഭയങ്കര ബ്യൂട്ടി ആയിട്ട് ഞാൻ തന്നെ ഈ വീഡിയോയിൽ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും, അത്രയും ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ ഈ ഒരു മൺസൂൺ സീസണിൽ ഒരു മസ്റ്റ് വിസിറ്റ് ലൊക്കേഷനാണ് ഈ പറയുന്ന ആതിരപ്പള്ളി. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്തത് പ്രകൃതി ഗ്രാമം എന്ന് പറഞ്ഞിട്ട് ഏഴാറ്റുമുഖത്തുള്ള ഒരു ലൊക്കേഷനായിരുന്നു. ഞങ്ങൾക്ക് ടിക്കറ്റ് ഫെയർ ബൈക്ക് പാർക്കിംഗ് അടക്കം 50 rupees ആയിരുന്നു വന്നത്. പിന്നെ ഈ കാണുന്നത് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കുമല്ലോ. നല്ല റഷായിരുന്നു. സൺഡേ ആയതുകൊണ്ട് ഫാമിലീസും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കാണാൻ. നമുക്ക് ആ ഒരു ഡെൻസിറ്റി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നല്ല വാട്ടർ ഫ്ലോ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ കാണുന്ന പോലെ കുറച്ച് സെൽഫീസും വീഡിയോസും ഒക്കെ ക്യാപ്ചർ ചെയ്തു. അതിനുശേഷമാണ് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയത്. ഞാൻ ആക്ച്വലി ഇങ്ങനെ വിചാരിക്കായിരുന്നു, എല്ലാവരും എന്തിനാ ഈ റെയിൻകോട്ട് ഇട്ടിട്ട് താഴത്തേക്ക് പോകുന്നത്? അതെനിക്ക് തീരെ ഐഡിയ കിട്ടില്ലായിരുന്നു. പിന്നെയല്ലേ അതിൻ്റെ ഗുഡൻസ് മനസ്സിലായത്. താഴത്തെ ഈ വെള്ളത്തിൻ്റെ വാട്ടർഫോൾസിൻ്റെ ഡെൻസിറ്റി കാരണം, അല്ലെങ്കിൽ അത് അടിക്കുന്നത് കാരണം നല്ല രീതിക്ക് ആളെ മേലേക്ക് വെള്ളമാവുന്നുണ്ട്. അതിനാണ് എല്ലാവരും ഈ റെയിൻകോട്ട് യൂസ് ചെയ്തത്. ഞങ്ങളത് യൂസ് ചെയ്യാത്തതുകൊണ്ട് ചെറുതായിട്ട് ചെറിയ രീതിക്ക് പണി കിട്ടി. പക്ഷെ ഇതാരും മിസ്സാക്കരുത് കേട്ടോ, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ എന്താ പറയുക, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു. അതാണ് ഞാൻ ഈ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്തത്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമുക്ക് എന്താ പറയുക, നേച്ചറിനോട് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം ഫീൽ ചെയ്യും. അങ്ങനെ പോകുന്ന വഴിക്ക് വീണ്ടും കുറേ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഇതാ മെയിൻ ക്യാരക്ടർ വന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ ആയി. സോ യാ, ദാറ്റ്സ് ഓൾ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.